അപ്പോൾ സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട്. ഞാനിപ്പോൾ ഉള്ളത് കുടുമുണ്ട നമ്മൾ ദേവേട്ടൻ്റെ ചായക്കാരുണ്ട് അവിടെ പോകാം കേട്ടോ. നല്ല ചൂടുള്ള വട്ടുപത്തിരിയും ബീഫും കഴിക്കാൻ പോവാണ് കേട്ടോ. വൈകിട്ട് നല്ല ചൂടുള്ള വട്ടുപത്തിരി ഉണ്ട്, അതുപോലെ ബീഫും ഉണ്ട്. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ. വരി. നിങ്ങളെ കൊടുമുണ്ടിനെ പറ്റി എന്താ പറയുള്ളത്? നിങ്ങൾക്ക് കൊടുമുണ്ടെ പറ്റി എന്താ പറയുള്ളത്? അറിയണതേ കൊടുമുണ്ടെ പറ്റി നമ്മൾ ഈ പച്ചക്കറി നന്തറായതൊക്കെ തന്നെയാണ് നമ്മുടെ ഇടപാട്. മൈസൂർ വായക്ക, മൈസൂർ തന്നെ. പിന്നെ കയ്പക്ക, വെണ്ട, മറ്റേ വെണ്ടല്ല, കയ്പക്ക, പിന്നെ പടലങ്ങ, അതുമാതിരി മത്തൻ, കുമ്പളം. കൃഷിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യണത്. ഞാൻ കുറെ കാലമായിട്ട് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയ രവിയുടെ കടയത്തെ നല്ല ടേസ്റ്റുള്ള ബീഫും ഉണ്ട്, അതിൽ വട്ടുപത്തിരി ഉണ്ട്. വൈകിട്ട് ഇവിടെ നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും വന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഞങ്ങൾ പോകുക, അങ്ങനെ ഒരു സിസ്റ്റം അവിടുത്തുള്ളത്. ഈ പാടത്തിൻ്റെ അടുത്തുള്ളത് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് അവിടെ ഉള്ളത്. ഇവിടുത്തെ ബീഫും 10 പത്തിരി. അത് വൈകിട്ടുണ്ടാവുമായിരുന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല, ബീഫ് രാവിലെ വെച്ചാണ് കഴിഞ്ഞു. ഇവിടെ വട്ടുപത്തിയുടെ ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ അല്ലേ? എന്താ പോലെ ഇവിടുത്തെ സാറിനല്ലേ? നിങ്ങളിവിടെ സ്ഥിരം കസ്റ്റമർ കൊടുത്തല്ലേ? 3 കൊല്ലമായിട്ട് കസ്റ്റമർ കേട്ടോ. 3 കൊല്ലമായിട്ടുള്ള കസ്റ്റമറാണ് നമ്മളെ. എൻ്റെ പേര് നിങ്ങളെ? ഹസീബാണ് നമ്മൾ കസ്റ്റമർ കേട്ടോ. കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ വരുന്നുണ്ട്, ചായ കുടിക്കുന്നുണ്ട്, പോകുന്നുണ്ട് അല്ലേ? ഒരു കുഴപ്പമില്ല. ആ ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ.